ഹലോ ഗൈസ്, ഞാനിന്ന് ഒരു പിൻട്രസ്റ്റിൽ കണ്ടിട്ടുള്ള മറ്റേ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ പെറ്റൽസൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കണ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കിയതാണ്. അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ഫുള്ള് തെറ്റിപ്പോയിണ്ടായിരുന്നു. ഫ്ലവറിൻ്റെ പെറ്റലൊന്നും വിരിയാതെ എന്തോ ഇങ്ങനെ വാടിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോയിലെല്ലാം കറക്റ്റായിട്ട് തന്നെ കേട്ടോ ചെയ്തിരിക്കണേ. സോ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. ആ യെല്ലോ ഞാൻ കട്ട് ചെയ്തു, പിന്നെ അത് ഒട്ടിച്ചു പെറ്റൽസിൽ ഇതാക്കി. ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ പാർട്ടായിട്ട് കേട്ടോ, പിന്നെ മറ്റേ ഉള്ളിലത്തെ ഭാഗമില്ല അത്. എന്നിട്ട് നമ്മളിതാ അവിടെയുള്ള പിങ്ക്, അതാണ് ഈ പെറ്റൽ ഭാഗമായിട്ട് വരുന്നത്. അതിനെ മടക്കണത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് അത്ര നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ആ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ പിങ്ക് കുറച്ച് ബ്രൈറ്റായി നിൽക്കുമ്പോൾ കേട്ടോ പിങ്ക് എടുത്തത്. അപ്പോൾ അതിങ്ങനെ നല്ല ലൈനായിട്ട് നമ്മളിതാ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പെർഫെക്ഷനിൽ കട്ട് ചെയ്യണം അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ആ പെറ്റൽസ് കിട്ടും. പിന്നെ പെറ്റൽസ് വിടർത്തണമല്ലോ, നമ്മൾ മെല്ലെ സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായി നമ്മൾ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് മടക്കിയിട്ട് നമ്മളതിനെ നമ്മുടെ മഞ്ഞ കളർ അതിലിങ്ങനെ മെല്ലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പെറ്റൽ പോലെ തോന്നണ്ടേ. ഇതാ സ്ലോലി ഞാൻ അതിനെ ചുറ്റിയെടുത്തു. പിന്നെ അതിന് എൻഡിൽ ഗ്ലൂ ഒട്ടിക്കുക. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ആ പെറ്റലൊന്ന് വിടർത്തി കൊടുക്കുക, എന്നാലല്ലേ കുറച്ചൊരു രസം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. സോ ഞാൻ അതും ചെയ്തു.